നമ്മൾ ചിലപ്പോഴൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ് പ്രളയ സമയത്ത് ദൈവം എവിടെയായിരുന്നു എന്നത്. ഇതിനുള്ള ഉത്തരം എഫെസ്യർ 3:17 പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ഇങ്ങനെയാണ്: ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങൾ വസിക്കേണ്ടതിനും വരം നൽകണം എന്ന് നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടതായി വീതിയും നീളവും ഉയരവും ആഴത്തിൽ എന്ത് എന്ന സകല വിശുദ്ധമായോട് കൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തു സ്നേഹത്തെ അറിയുവാനും പ്രാപ്തരാക്കുകയും ദൈവത്തിൻ്റെ എല്ലാ നിറവിനോടും നിറഞ്ഞു വരികയും വേണം എന്ന് പ്രാർത്ഥിക്കുന്നു. നാം അന്നത്തെ കാലഘട്ടം നോക്കുകയാണെങ്കിൽ ദൈവം ആർക്കും വേണ്ടാത്ത ആൾക്കാരെയും ആർക്കും വേണ്ടാത്ത ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട ആൾക്കാരെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ദൈവത്തിന് ഈ ഭൂമിയിൽ ഇറങ്ങി വന്ന് ചെയ്യാൻ പറ്റില്ല. പകരം ദൈവം മനുഷ്യരെ ഉപയോഗിച്ചു. ഈ പ്രളയ സമയത്ത് മനുഷ്യരെ ഉപയോഗിച്ച് ദൈവപ്രവൃത്തി നടത്തി എന്നതാണ് സത്യം. അതിന് ഉദാഹരണം പറഞ്ഞാൽ, ആർക്കും വേണ്ടാത്ത സമൂഹത്തിൽ നിന്ന് പാർശ്വവൽക്കരിക്കപ്പെട്ട തൊഴിലാളികളെ വെച്ച് എന്ത് ചെയ്തു? ദൈവം അവരെ ആൾക്കാരെ രക്ഷിക്കാൻ വേണ്ടി ദൈവം അവരെ ഉപയോഗിച്ചു. അതുപോലെ തന്നെ യുവാക്കൾ ഇന്നത്തെ കാലത്ത് നോക്കുകയാണെങ്കിൽ യുവാക്കൾ ലഹരിക്കടിമയായിരുന്നു. പക്ഷെ അന്ന് ഒരുപാട് യുവാക്കളെ മനസ്സിലകത്ത് നന്മയുള്ള ഒരുപാട് യുവാക്കളെ ദൈവം ആൾക്കാരെ സഹായിക്കാൻ വേണ്ടി അരി അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിക്കുവാനൊക്കെ വേണ്ടി എന്ത് ചെയ്തു? ദൈവം യുവാക്കളെ ഉപയോഗിച്ചു. നമ്മൾ വിചാരിക്കും ദൈവം ഇറങ്ങി വന്ന് ചെയ്തില്ല. പക്ഷെ ദൈവം മനുഷ്യരിലൂടെ പ്രളയ സമയത്ത് ജനങ്ങളെ സഹായിച്ചു. ഒരു കഥ ഞാൻ പറയാം. ഒരു പുരോഹിതൻ പ്രാർത്ഥിക്കാനോ പള്ളിയിൽ വെച്ച്. അപ്പോൾ ആ സമയം പ്രളയം കാരണം വെള്ളം ഇങ്ങനെ ഇറങ്ങി വരികയാണ് പള്ളിയിൽ. ഇയാൾ പറയും, അച്ഛ ക്യാമ്പിലോട്ട് പോവാം. അപ്പോൾ അച്ഛൻ പറയാണ്, ദൈവം എന്നെ സഹായിച്ചോളാം, നീ പൊയ്ക്കോളാം പറയുക. രണ്ടാമതൊരു വഞ്ചിയിൽ ആൾ വരികയാണ്, അച്ഛ നമുക്ക് പോവാം. അപ്പോൾ പകുതി വെള്ളം നിറങ്ങിയിരിക്കുകയാണ്. അച്ഛൻ്റെ കാലെല്ലാം വെള്ളത്തിലെ അടിയിലായി. മൂന്നാമതാൾ വരികയാണ്. അച്ഛൻ പള്ളിയിലെ മുകളിലാണ് ഇരിക്കുന്നത്. ഹെലികോപ്റ്റർ ആൾ വരിക, അച്ഛ നമുക്ക് പോകാം, എന്നെ ദൈവം രക്ഷിച്ചോളാം. അവസാനം അച്ഛൻ വെള്ളത്തിൽ മുങ്ങി മരിക്കാൻ നേരത്തെ ദൈവത്തെ ചോദിക്കാൻ, ദൈവമേ അങ്ങ് നീ എന്നെ രക്ഷിക്കാത്ത ഞാൻ. അപ്പോൾ ദൈവം പറയുകയാണ്, ഞാൻ 3 പേരെ നിന്നെ രക്ഷിക്കാൻ അയച്ചു, പക്ഷെ നീ അത് അവരെ ചെവിക്കൊണ്ടില്ല എന്നതാണ് സത്യം. ഇതുപോലെയാണ് പ്രളയ സമയത്ത് ദൈവം മനുഷ്യരെ രക്ഷിപ്പാൻ മനുഷ്യരെ തന്നെ ഉപയോഗിച്ചു എന്നതാണ് സത്യം. പക്ഷെ നമ്മൾ അത് മനസ്സിലാക്കിയില്ല എന്നതാണ് സത്യം.